നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ഏറെ ജനപ്രീതിയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ, തമിഴ്, മലയാളം, തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. എല്ലാ ഭാഷയിലും അവിടുത്തെ സൂപ്പർ താരങ്ങളാണ് അവതാരകരായി എത്തുന്നത്. ഇതിനായി ഇവർ വാങ്ങുന്ന തുകയും ഭീമമാണ്. നിരവധി സെലിബ്രിറ്റികൾ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട്. ബിഗ് ബോസിൽ എത്തുന്ന മത്സരാർത്ഥികളിൽ പലർക്കും വലിയ തുകയാണ് പ്രതിഫലമായി നൽകുന്നത്. പ്രമുഖ നടന്മാരാണ് ബിഗ് ബോസിന്റെ അവതാരകരായി എത്താറുള്ളത്. ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും പ്രതിഫലം വാങ്ങിയ താരത്തെക്കുറിച്ചാണ് ചർച്ച. 3 ദിവസത്തേക്ക് 2.5 കോടി രൂപയാണ് ഈ മത്സരാർത്ഥി വാങ്ങിയത്. ഫിനാൻഷ്യൽ എക്സ്പ്രസിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ബേവാച്ചിലെ പ്രകടനത്തിലൂടെ പ്രശസ്തയായ കനേഡിയൻ അമേരിക്കൻ നടി പമേല ആൻഡേഴ്സൺ ആണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥി. 3 ദിവസത്തേക്ക് 2.5 കോടി രൂപയാണ് നേടിയത്. സൽമാൻ ഖാൻ അവതാരകനായി എത്തിയ ഹിന്ദി ബിഗ് ബോസിന്റെ 4ാമത്തെ സീസണിലാണ് പമേല എത്തിയത്. സൽമാൻ അവതാരകനായ ആദ്യ സീസണായിരുന്നു. 3 ദിവസം മാത്രമാണ് താരം ബിഗ് ബോസിൽ എത്തിയത്. ബിഗ് ബോസ് 4ൽ പങ്കെടുത്ത മറ്റ് മത്സരാർത്ഥികളിൽ ശ്വേത ത്രിപാഠി, ദി ഗ്രേറ്റ് ഖാലി, ഡോളി ബിന്ദ്ര, സമീർ സോണി എന്നിവരും ഉൾപ്പെടുന്നു. 1990 ഫെബ്രുവരിയിലെ പ്ലേ ബോയ് പ്ലേമേറ്റ് ഓഫ് ദ മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് പമേല പ്രശസ്തിയിലേക്ക് ഉയർന്നത്. ബേവാച്ച് എന്ന ആക്ഷൻ ഡ്രാമ പരമ്പരയിൽ CJ പാർക്കറായി അഭിനയിച്ചതിന് അവർക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു. അതിനുശേഷം അവർ ബാർബ് വയർ, നേക്കഡ് സോൾസ്, ദ നാനി എന്നിവ ഉൾപ്പെടുന്ന നിരവധി ഷോകളിലും സിനിമകളിലും അഭിനയിച്ചു. ദി ലാസ്റ്റ് ഷോ ഗേൾ എന്ന സിനിമയിലാണ് അവർ അവസാനമായി അഭിനയിച്ചത്. ഈ സിനിമയിലെ അഭിനയത്തിന് ഒരു മോഷൻ പിക്ചർ ഡ്രാമയിലെ മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നോമിനേഷനിൽ പോലും പമേല ഇടം നേടി. ക്ലാസിക് കോപ്പ്, കോമഡി കോപ്പ, കോമഡി ദി നേക്കഡ് ഗൺ, ഫ്രം ദി ഫയൽസ് ഓഫ് പോലീസ് കോഡിന്റെ റീബൂട്ടായി ദി നേക്കഡ് ഗണ്ണിലാണ് അവർ അടുത്തതായി അഭിനയിക്കുന്നത്. അതേസമയം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വമ്പൻ താരങ്ങളാണ് അവതാരകരായി എത്തിയിരിക്കുന്നത്. ഇവരെല്ലാവരും അവരവരുടേതായ താര പദവി അനുസരിച്ചാണ് പ്രതിഫലം വാങ്ങിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഡെക്കാൻ ക്രോണിക്കിളിന്റെ റിപ്പോർട്ട് പ്രകാരം വിവിധ ഭാഷകളിലെ ബിഗ് ബോസ് ഷോകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന അവതാരകൻ സൽമാൻ ഖാനാണ്. ഹിന്ദി ബിഗ് ബോസ് ഷോയുടെ ആദ്യ സീസൺ മുതൽ കഴിഞ്ഞ 16ാമത്തെ സീസൺ വരെ സൽമാൻ അവതാരകനായി എത്തുന്നുണ്ട്. 16ാമത്തെ സീസണിൽ ഒരു എപ്പിസോഡിന് 43 കോടിയാണ് നടൻ പ്രതിഫലമായി വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ബിഗ് ബോസിലെ ഏറ്റവും ജനപ്രീതി നേടിയ അവതാരകനും സൽമാൻ ഖാനാണ്. ആദ്യകാലങ്ങളിൽ 12 കോടിയാണ് ആഴ്ചയിലെ 2 എപ്പിസോഡുകൾക്കായി സൽമാൻ വാങ്ങിച്ചിരിക്കുന്നത്. അവിടുന്ന് ഒരു എപ്പിസോഡിന് 25 കോടി എന്ന നിലയിലും പ്രതിഫലം വാങ്ങിയെന്നും റിപ്പോർട്ടുണ്ട്. 2013 ആയിരുന്നു ബിഗ് ബോസിന്റെ കന്നഡ പതിപ്പ് ആരംഭിക്കുന്നത്. 11 സീസണുകളിലായി സുദീപ് സജീവാണ് അവതാരകൻ. 5 വർഷത്തേക്ക് മൊത്തം 20 കോടി രൂപയായിരുന്നു താരത്തിന്റെ പ്രതിഫലം. പിന്നീട് ഫീസ് ഇനത്തിൽ വർധനവ് വന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. തമിഴിൽ കമൽഹാസനാണ് ബിഗ് ബോസ് അവതാരകനായിരുന്നത്. 130 കോടി രൂപയ്ക്കാണ് അദ്ദേഹം കരാർ ഒപ്പിട്ടതെന്നാണ് വിവരം. ഷോയുടെ അവസാന സീസൺ 2022 സംപ്രേഷണം ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം ടോളിവുഡ് സൂപ്പർ സ്റ്റാറിന് ഒരു എപ്പിസോഡിന് 12 ലക്ഷം രൂപ പ്രതിഫലം ലഭിച്ചു. ഇത് മുഴുവൻ സീസണിലും മൊത്തം 12 കോടി രൂപയാണ്. ഫാന്റസിയുടെ 6ാം സീസൺ അവതാരകനായി നടന് 15 കോടി രൂപ പ്രതിഫലം ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മഹേഷ് മഞ്ജരേക്കർ ആണ് മറാത്തിയിലെ അവതാരകൻ. സീസൺ 3ൽ ഒരു എപ്പിസോഡിനായി 25 ലക്ഷം രൂപ ഇദ്ദേഹം വാങ്ങിയെന്നാണ് പറയുന്നത്. മുഴുവൻ സീസണിലും 3.5 കോടി രൂപ എന്ന് ഡെക്കാൻ ക്രോണിക്കിളിന്റെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. 2018ലാണ് മലയാളം ബിഗ് ബോസ് ആരംഭിക്കുന്നത്. മോഹൻലാലാണ് അവതാരകൻ. ഷോ പ്രീമിയർ ചെയ്തപ്പോൾ മുഴുവൻ സീസണുകളിലായി മോഹൻലാലിന്റെ പ്രതിഫലം 12 കോടി രൂപയാണ്. സമീപകാല സീസണിലെ പ്രതിഫലം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരു എപ്പിസോഡിന് 70 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.